നമ്മുടെ വീട്ടിലെ നമ്മുടെ ദിവസവും നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട പച്ചക്കറികളെ വിഷമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കും കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ട വളങ്ങളും കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് എന്നും നമ്മൾ കഞ്ഞി ഊറ്റുന്ന കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചാരം ഇട്ടിട്ട് വെച്ചിട്ട് നല്ലതായിട്ട് 10 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഇച്ചിരി മാറ്റി എന്നും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ജൈവ സ്ലറികൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഒഴിച്ചു കൊടുക്കാം. മീൻ കഴുകുന്ന വെള്ളം, മീറ്റ് കഴുകുന്ന വെള്ളം, അങ്ങനത്തെ വെള്ളങ്ങളെല്ലാം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ അരിയുന്ന പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റുകൾ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ചാരം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് മുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് വളരും. അതുപോലെ ഇലകൾ, കരിയിലകൾ നല്ലതായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് പിന്നെ നല്ലതായിട്ട് പച്ചമുളകൊക്കെ നല്ലതായിട്ട് കരിയില ചുവട്ടിലുണ്ടെങ്കിൽ നല്ലതായിട്ട് കായ്ക്കും. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ചുറ്റിയുള്ള കളകളൊക്കെ ഒന്ന് വരച്ച് വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ വേപ്പെണ്ണ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ വെച്ച് നമുക്ക് അതിന് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അഴുക്കല പച്ചമുളകൊക്കെ കായ്ച്ച് കഴിഞ്ഞ് വിളഞ്ഞു കഴിഞ്ഞാൽ അത് പറിച്ചു മാറ്റുക. ഏത് പച്ചക്കറി ആണെങ്കിലും അതിൽ മൂത്ത് കഴിഞ്ഞാൽ വിളഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തിയാൽ ആ ചെടിക്ക് അത് ദോഷമാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കമ്പുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോവൽ പോലത്തെ ചെടികളൊക്കെ നുള്ളിക്കൊടുത്താൽ നല്ലതായിട്ട് കായ്ഫലം കിട്ടും.